എല്ലാവർക്കും സിനിമാ മീനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രതികാരം, ആക്ഷൻ, ത്രില്ലറ്, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല സിനിമകളായിരുന്നു. പക്ഷേ നമുക്കിടക്കൊന്ന് റിലാക്സ് ആവണമെന്ന് തോന്നുമല്ലോ. ചുമ്മാ ഒരു ലേസിൻ്റെ പാക്കറ്റും പൊട്ടിച്ച് ടി വിയിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ കാണാൻ തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു സിനിമ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ഒരു കമൻറ്റും ഒരു മെസ്സേജും ഔട്ട്ലാൻഡർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഈ കമൻറ്റും മെസ്സേജും കണ്ടപ്പോൾ തന്നെ സിനിമ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ സീൻ എന്താന്ന് വെച്ചാൽ എനിക്കിത് കാണാൻ തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ചുമ്മാ ടി വിയിലോട്ട് നോക്കിയിരുന്ന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാണ്ട് ഒരു പോപ്കോണോ ലേസോ ഇങ്ങനെ മേടിച്ച് തിന്നുകൊണ്ടിരുന്ന് കാണണം. ഒന്ന് റിലാക്സ് ആവണം, അത്രയേ ഉള്ളൂ. കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സിനിമ കാണാനിരുന്നത്. എന്നും പറഞ്ഞ് കാണാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, കണ്ടല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ. അങ്ങനെ കണ്ടു. പിന്നെ പോരാത്തിന് നമ്മളുടെ സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യമാണ്, ചെയ്തേ പറ്റുള്ളൂ. സോ കണ്ടു. എന്തൊക്കെയാണേലും ഈ കമൻ്റ് ഇട്ടവൻ ആരാണേലും അവനോട് എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു സെയിം സാധനമാണ് അവൻ എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ മോനെ നല്ലൊരു താങ്ക്സ് ഉണ്ട്. സോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഈ സിനിമയെക്കുറിച്ച് ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന് അന്യായ ഹൈപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഇതൊരു സാധാരണ സിനിമയാണ്. ട്വിസ്റ്റില്ല, ടേൺസ് ഇല്ല, ഒരു തേങ്ങയില്ല. പക്ഷേ നല്ല രസമാണ് കണ്ടിരിക്കാൻ. പണ്ടത്തെ അനാക്കൊണ്ട അല്ലെങ്കിൽ മറ്റേ ജുറാസിക് പാർക്ക് അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. ആ ഒരു ഫീല് ഈ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ പോലും എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. സോ നല്ല ടെൻഷൻ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ചുമ്മാ ഒരു ലേസും വാങ്ങിച്ച് പൊട്ടിച്ച് കഴിച്ചങ്ങ് കണ്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. പിന്നെ ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ചെങ്ങായി, ഈ ചെങ്ങായി ഒരു അഡ്വാൻസ്ഡ് പ്ലാനറ്റിൽ നിന്നാണ് നമ്മളുടെ എർത്തിലോട്ട് വരുന്നത്. അത്രയും അഡ്വാൻസ്ഡ് പ്ലാനറ്റിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളുടെ എർത്താണെങ്കിലോ ഇപ്പോഴും വൈക്കിങ്ങിൻ്റെ സമയത്താണുള്ളത്. വൈക്കിങ്ങിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അത്രയും പഴയ കാലത്താണുള്ളത്. പക്ഷേ ഈ പഴയ കാലത്തോട്ട് ഇവൻ വരുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു സാധനം കൊണ്ടാണ് വരുന്നത്. ആ സാധനം എന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോ. പിന്നെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടക്ക് ഒരു പരട്ട പട്ടിയുടെ കൊരയുണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ, പറഞ്ഞിട്ട് കാര്യമില്ല, കൊര നിർത്തുന്നില്ല. സോ അത് കേട്ടേ പറ്റുള്ളൂ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്പേസ് ആണ്. അവിടുന്ന് നേരെ ഭൂമിയിലോട്ട് ഒരു ഷിപ്പ് കഷ്ണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷിപ്പ് വന്നിട്ട് ഒരു പുഴയിൽ ക്രാഷ് ലാൻഡ് ആവുന്നു എന്ന് മാത്രമല്ല, ആ ഷിപ്പ് റിവറിലോട്ട് അങ്ങ് മുങ്ങിപ്പോകുന്നു. എന്നാൽ ഈ സമയത്താണ് ഈ ഷിപ്പിനകത്തുനിന്ന് ഒരുത്തനെയും തൂക്കി പിടിച്ചുകൊണ്ട് നമ്മളുടെ നായകൻ വരുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര വലിയ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുണ്ട് കേട്ടാ. എന്നാൽ നായകൻ്റെ കൂടെയുള്ളവൻ മരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളുടെ നായകൻ്റെ ബോധം പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നായകൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നത്. അതിലൊന്നാണ് അവൻ്റെ ഭാര്യ, കുഞ്ഞ്. അവർ രണ്ടുപേരും ഇവനോട് യാത്ര പറയുന്നു. പക്ഷെ പിന്നീടുള്ള കാഴ്ച ഒരു കംപ്ലീറ്റ് കെയോസ് ആയിരുന്നു. എന്തോ വലിയ അറ്റാക്ക് നടന്നതിൻ്റെ കാഴ്ചയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത്. ഈ നായകൻ്റെ പേരാണ് കെയ്നൻ. ഇവൻ്റെ പേര് കണ്ടോ, കെയ്നൻ. അതിലെന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ കേട്ട് വരാറുള്ള ഒരു പേരല്ല. അങ്ങനെ ഇവൻ എഴുന്നേറ്റ പാട് നോക്കുന്നത് കൂടെ വന്നവൻ്റെ ഡെഡ് ബോഡിയാണ്. അങ്ങേരുടെ മേലാണെങ്കിൽ വലിയൊരു പാടുണ്ട്, എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്ത പോലെ. പക്ഷെ അതൊക്കെ കണ്ടിട്ടും കെയ്നനാണെങ്കിൽ വലിയ കൂസലൊന്നുമില്ല. ഈ സമയത്താണ് റിവറിനകത്തുനിന്ന് അവൻ്റെ ഷിപ്പിലുണ്ടായിരുന്ന ഒരു മെഷീൻ കാണുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, അതങ്ങ് നീന്തി എടുക്കുന്നുണ്ട്. ശേഷം അതങ്ങ് ഓണാക്കുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം റിവീലാവുന്നത്. കെയ്നൻ ഈ ഭൂമിയിലുള്ള ആളല്ല, അങ്ങേര് വേറെ ഏതോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാനറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന് വീണിട്ടുള്ളത്. ഇങ്ങേർക്ക് ഇവിടുത്തെ മൃഗങ്ങളോ മനുഷ്യരോ ഭാഷയോ ചരിത്രമോ എന്ന് വേണ്ട ഒരു തേങ്ങ അറിയില്ല. പക്ഷെ പേടിക്കേണ്ട കാര്യമല്ല, കാരണം ഇവൻ നീന്തിയെടുത്ത് ഈ മെഷീൻ ഉണ്ടല്ലോ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് വെച്ചാൽ മതി. മിനിറ്റുകൾ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ, മൃഗങ്ങൾ, ചരിത്രം, ഭാഷ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതെല്ലാം അവൻ്റെ ബ്രെയിനിലോട്ട് അങ്ങ് ഇഞ്ചക്റ്റ് ആവുന്ന വിധത്തിലാണ് ഈ മെഷീൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. പക്ഷെ വിചാരിക്കുന്നത് പോലെയല്ല, ഈ സാധനത്തിന് ഒടുക്കത്തെ വേദനയാണ്. അങ്ങനെ മെഷീൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ അവൻ്റെ മൂക്കിൽ നിന്നാണെങ്കിൽ ബ്ലഡൊക്കെ വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഛർദ്ദിക്കുന്നുണ്ട്. കുറച്ച് വേദന സഹിച്ചെങ്കിലും ഇവിടുത്തെ ഭാഷയടക്കം അവനക്ക് പഠിച്ചെടുക്കാൻ പറ്റി. സോ ഇനി അങ്ങോട്ട് ഇങ്ങേര് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഭൂമിയിലെ ഭാഷയാണ്. അങ്ങനെ അവൻ്റെ വെപ്പൺ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ആ വെപ്പണിനാണെങ്കിൽ ഒടുക്കത്ത പവറാണ്. ദേ കണ്ടില്ലേ. അങ്ങനെ വെപ്പണുമായിട്ട് എന്തിനോ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ ഈ ടൈമിലാണ് വലിയൊരു മീനിനെ കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ പാതി ഭാഗം എന്തോ ഭക്ഷിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ഗ്രാമം നശിച്ച് കിടപ്പുണ്ട്.
എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കെയ്നനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങേരിയിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് അവിടെയുള്ള ഒരു വീടിന്റെ ഡോറിലായിട്ട് വലിയൊരു പാട് കാണുന്നത്. എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്ത പാട്. പെട്ടെന്നാണ് ഒരു സൗണ്ട്. അവൻ അപ്പം തന്നെ വെപ്പണുമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അതൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അങ്ങേര് വന്നിരിക്കുന്നു കുതിരപ്പുറത്തും. ചുരുക്കി പറഞ്ഞ വൈക്കിങ്സിന്റെ കാലഘട്ടത്തിലോട്ടാണ് കെയ്നൻ വന്നിരിക്കുന്നത്. അവന്റെ പ്ലാനറ്റ് ഈ ഒരു ടൈമിൽ അത്രയും അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ നമ്മളുടെ ഭൂമിയാണെങ്കിലോ വൈക്കിങ്സിന്റെ ടൈമിലേ എത്തിയിട്ടുള്ളൂ. അങ്ങനെ കുതിരപ്പുറത്തുള്ളവൻ കെയ്നനെ അങ്ങ് അടിച്ചിടുന്നു. ആ അടിയിൽ അവന്റെ വെപ്പണാണെങ്കിൽ തെറിച്ച് പോകുന്നുണ്ട്. അത് മാത്രമല്ല അവന്റെ ബോധവും പോകുന്നു. ഈ കുതിരപ്പുറത്ത് വന്നവന്റെ പേരാണ് വൂൾഫ്രിക്. അങ്ങനെ വൂൾഫ്രിക് അവനെ അങ്ങ് കൊണ്ടുപോകുന്നു, അതും അവന്റെ ഗ്രാമത്തിലോട്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം. സാധാരണ ഇത്രയും ഭംഗിയുള്ള നാട്ടിൽ നല്ല ഭംഗിയുള്ള കൊച്ചുങ്ങളും ഉണ്ടാവും. സോ അതിവിടെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയല്ല, ഒരു സ്ത്രീ. അവളാണ് ഫ്രയ. ഇവളാണെങ്കിൽ ഇവളുടെ അച്ഛനുമായിട്ട് വൻ ഫൈറ്റിലാണ്. ഇങ്ങനെ ജസ്റ്റ് അച്ഛൻ മാത്രമല്ല കേട്ടാ, ഈ ഗ്രാമത്തിന്റെ രാജാവ് കൂടെയാണ്. പിന്നെ ഈ ഫ്രയ അടി കൂടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവളും വൂൾഫ്രിക്കും തമ്മിൽ കല്യാണം ആലോചിച്ചിരിക്കുകയാണ് നമ്മളുടെ രാജാവ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന്റെ കാരണം വേറൊന്നുമില്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനടി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പ്രകൃതാണ് വൂൾഫ്രിക്കിന്. പക്ഷെ വൂൾഫ്രിക്കിനാണെങ്കിൽ നല്ല കടുത്ത പ്രണയാണ്. ഇപ്പൊ പറഞ്ഞ് കടുപ്പത്തിന്റെ കടുപ്പം പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം അവന് ഇഷ്ടമുണ്ടെന്ന്. അത് മാത്രമല്ല നമ്മളുടെ രാജാവ് ഫ്രയെ നിർബന്ധിക്കാനൊരു കാരണമുണ്ട്. ഇവന് ശേഷം രാജാവായിട്ട് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ വൂൾഫ്രിക്കാണ്. അങ്ങനെ ഇവർ തമ്മിൽ പോരടിച്ച് ഫ്രയക്കാണെങ്കിൽ ചെറുതായിട്ട് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ട് വൂൾഫ്രിക്ക് വരുന്നത്. ഗണ്ണറിന്റെ ഗ്രാമം മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ്. ഇത് കേട്ടേക്ക് രാജാവാണെങ്കിൽ അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇവർ മാത്രമല്ല ഇവിടെ ട്രൈബായിട്ടുള്ളത്, വേറെയും കുറേ ട്രൈബ്സ് ഉണ്ട്. റൂസ്, ഫ്രാങ്കീസ്, അങ്ങനെ കുറേ ട്രൈബ്. അതുപോലെയുള്ള ഒരു ചെറിയ ട്രൈബാണ് ഗണ്ണർ എന്ന് പറയുന്നവൻ്റെ ട്രൈബ്. ഈ ഗണ്ണറിൻ്റെ ഗോത്രവും പിന്നെ വൂൾഫ്രിക്കിൻ്റെ ഗോത്രവും തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ രാജാവ് ചോദിക്കുകയാണ്, അല്ല ഗണ്ണറിനെന്തേലും? ഗണ്ണർ ഇവിടെ ഇല്ല, അങ്ങേര് റൂസ് ഗോത്രവുമായിട്ട് ട്രേഡിന് പോയിരിക്കുകയാണ്, തിരിച്ചു വരാൻ എന്തായാലും വിൻ്റർ ആവും. വൂൾഫ്രിക്ക്, ഇത് ചെയ്ത ആരാ? നമ്മളല്ലല്ലോ. അല്ല, ഗണ്ണറിൻ്റെ ഗ്രാമത്തിൻ്റെ പരിസരത്തുനിന്ന് ഒരുത്തനെ ഞാൻ കയ്യോടെ പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഗണ്ണറിൻ്റെ ഗ്രാമത്തെ ഇല്ലാണ്ടാക്കേണ്ടത് നമ്മളായിരുന്നല്ലോ. ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഇഷ്യൂസ് തന്നെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം. അങ്ങനെ രാജാവ് പറയാണ്, എത്രയും വേഗം പിടിച്ചുകൊണ്ട് വന്നവനെ ചോദ്യം ചെയ്യാൻ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളാണിത് ചെയ്തതെന്നും വിചാരിച്ച് ഗണ്ണറും അവൻ്റെ ആൾക്കാരും ഇങ്ങോട്ട് വരും യുദ്ധത്തിന് വേണ്ടി. ഇതേ സമയം കെയ്നനെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ ലുക്കും ഗെറ്റപ്പും കണ്ടിട്ട് നാട്ടുകാരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല വൂൾഫ്രിക്ക് ഇവനെ ചോദ്യം ചെയ്യുന്നു. നീ ആരാ? എവിടുന്നാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ കെയ്നൻ, ദൂരെ നോർത്തിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതുമാത്രമല്ല ഞാൻ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനെയാണാവോ ഹണ്ട് ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് ഒരു ഡ്രാഗന്റെ സിമ്പൽ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ. ഇത് കണ്ടേക്ക് അവനെ കളിയാക്കണമെന്നും കരുതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് വൂൾഫ്രിക്ക്. പിന്നെ കെയ്നനെ ഒന്നും നോക്കിയില്ല, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു കാര്യമില്ല, അവനെ പിടിച്ചു വെക്കുന്നു. പക്ഷെ ആ പിടിച്ചു വെക്കലിൽ വൂൾഫ്രിക്കിനും അതുപോലെ കെയ്നനും പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ കെയ്നന് മരുന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി വൂൾഫ്രിക്ക് ഫ്രയഡോട് പറയുന്നു. പക്ഷെ ഫ്രയക്കാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. ഓക്കെ ശരി, നീ വെക്കണ്ട, അയാൾ മരിച്ചാ അത് നിന്നെ കാലാകാലം വേട്ടയാടും. ഇങ്ങനൊക്കെ പറഞ്ഞാൽ ആരായാലും പോയിട്ട് ചികിത്സിക്കും. ഇതിൻ്റെ ഇടയിൽ കെയ്നനാണേലോ തീയിൽ പഴുപ്പിക്കാൻ വെച്ചൊരു കമ്പി അങ്ങ് എടുക്കുന്നു. ശേഷം അവൻ്റെ കയ്യിൽ കെട്ടിയുള്ള കയറുണ്ടല്ലോ അതങ്ങ് ഉരുക്കുന്നു. ആ ഒരു സമയത്ത് അവൻ കാണേൽ പൊള്ളൽ സഹിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചോദ്യം ചെയ്ത കാര്യം പറയാൻ വേണ്ടി വൂൾഫ്രിക്ക് രാജാവിനെ കാണാൻ പോകുന്നത്. അങ്ങനെ വൂൾഫ്രിക്ക് പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ എത്രയും വേഗം ആ ഗണ്ണറിനെ കൊല്ലാന്നാ. അത് വേണ്ട, അത് ശരിയല്ല. എന്ത് ശരിയല്ല? എൻ്റെ അച്ഛനെ കൊന്ന ആരാന്നറിയാലോ, ആ ഗണ്ണറാ, അത് മറക്കരുത്. എടാ നിന്റെ അച്ഛൻ മരിച്ച് അങ്ങേരുടെ പിടിപ്പേടോണ്ടാ. ഇത് കേട്ടേക്ക് വൂൾഫ്രിക്കിനാണെങ്കിൽ നല്ലവണ്ണം മൂട് പോകുന്നുണ്ട്. അങ്ങനെ രാജാവ് ആ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഗണ്ണറിനെ കൊല്ലണം, അതുപോലെ രാജാവാവണം, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ രാജാവാവണമെങ്കിൽ വാളുകൊണ്ടല്ല നിയന്ത്രിക്കേണ്ടത്, ആദ്യം സ്വന്തം മനസ്സും ബുദ്ധിയും നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ ഒരു രാജാവാൻ യോഗ്യനായി എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമാണ് ഈ മാല നിനക്ക് അണിയാൻ കഴിയൂ. ഇതേ സമയം ഫ്രയ കെയ്നന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവനെ കണ്ടപാടി ഇവൾക്കാണെങ്കിലോ ഒടുക്കത്തെ ക്രഷും. അതുമാത്രമല്ല അവന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അവളൊരു ചോദ്യം ചോദിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ഗണ്ണറിന്റെ ഗ്രാമത്തിനെ പറ്റിയിട്ടാണ്. അവൻ അപ്പം തന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഫ്രയ അവന്റെ കയറ് മുറിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. സോ അവൾ എന്തായാലും ഒച്ച വെക്കും. പിന്നെ കെയ്നൻ ഒന്നും നോക്കിയില്ല, അവളെ അടിച്ചിടുന്നു. അവളുടെ ബോധം പോകുന്നു. എന്നാൽ ആ കറക്റ്റ് സമയത്താണ് ഒരുത്തൻ കോടാലിയും കൊണ്ടുവരുന്നത്. അവനാണ് ബ്യോൺമിയർ. അങ്ങനെ ബ്യോൺമിയറിനെ അടിച്ചിട്ടതിന് ശേഷം മെല്ലെ പുറത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഇവരുടെ ഗ്രാമത്തിലോട്ട് എന്തോ ഒന്ന് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കെയ്നനാണേലോ ഗാർഡ്സ് ഒക്കെ കാണാണ്ട് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോൾസ് നോക്കുന്ന ഒരു ഗാർഡിന് ഒരു സ്മെല്ല് കിട്ടുന്നത്.
അതാണെങ്കിൽ ഭയങ്കരമായിട്ട് അറപ്പിക്കുന്ന ഒരു സ്മെല്ലും. അതുമാത്രമല്ല, ഈ സ്മെല്ല് വന്ന അടുത്ത നിമിഷം ഇവന്റെ കൂടെയുള്ള ഗാർഡിനെ അങ്ങ് കാണാണ്ടാവുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവൻ. ഇതേ സമയത്ത് തന്നെയാണ് കെയ്നൻ പുറത്ത് കിടക്കുന്നത്. ഇതോടൊപ്പം നേരത്തെ സ്മെല്ല് കിട്ടിയ ഗാർഡ് ഉണ്ടല്ലോ, അവന്റെ ഫേസിലോട്ട് ഒരു റെഡ് ലൈറ്റ് വരുന്നു എന്ന് മാത്രമല്ല, ആ ലൈറ്റ് അവനെ അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ അവന്റെ അലർച്ച കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ വരുന്നുണ്ട്. ഇവരുടെ വിചാരം ഗണ്ണറിന്റെ ആൾക്കാർ അറ്റാക്കിന് എത്തിയെന്നാണ്. പക്ഷെ വന്നിരിക്കുന്നത് ഗണ്ണറല്ല. അങ്ങനെ ഇവരുടെ ഗ്രാമത്തിൽ ഓരോരുത്തരെയും ഈ റെഡ് ലൈറ്റ് വന്നിട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം രക്ഷപ്പെട്ടുപോയ കെയ്നനാണേലോ അപ്പം തന്നെ അകത്ത് കയറുന്നു. സോ ഇവന്റെ ലക്ഷ്യം രക്ഷപ്പെടലല്ല, ആ റെഡ് ലൈറ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന സമയത്ത് റെഡ് ലൈറ്റ് കൂടാണ്ട് അതിൻ്റെ ഒപ്പം ഒരു വാലും വരുന്നുണ്ട്. അങ്ങനെ ഈ ടൈമിലാണ് മറ്റേ ബ്യോൺമീർ ഉണ്ടല്ലോ കെയ്നനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. കെയ്നനാണെങ്കിൽ കുറെ തുണിയൊക്കെ വിരിച്ച സ്ഥലത്ത് അതേ റെഡ് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പം തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അവന്റെ പിന്നാലെ ബ്യോൺമീറും. പക്ഷെ ബ്യോൺമീറിനെ അങ്ങ് തീർക്കുന്നുണ്ട് ആ ഒരു റെഡ് ലൈറ്റ്. അങ്ങനെ കെയ്നൻ നോക്കുമ്പോൾ കാണുന്നത് ഓരോരുത്തരെയും വലിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു രാക്ഷസനെയാണ്. അതിൻ്റെ രൂപം കണ്ടാൽ തന്നെ പേടിയാവും. അങ്ങനെ അതിനെ കണ്ടപാട് മൂർവൻ എന്നുറക്കെ വിളിക്കുന്നുണ്ട് നമ്മളുടെ കെയ്നൻ. ഈ മൂർവനാണേലോ ആ വിളി കേട്ടേക്ക് കെയ്നനെ മുമ്പേ അറിയുന്നത് പോലെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ വാ തുറക്കുന്നു. ആ സമയത്തും ആ ഒരു റെഡ് ലൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ വായ്ക്കകത്ത് കാണാനുണ്ട്. അങ്ങനെ മൂർവൻ പുറത്തോട്ട് പോകുന്നു. അതിനെ പിടിക്കാൻ വേണ്ടി കെയ്നനാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മണ്ടന്മാരായ നാട്ടുകാർ അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നു. ശേഷം ചെയിൻ ചെയ്യുന്നുണ്ട് അവനെ. ഈ സമയത്ത് അവൻ കാണുന്നത് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിനെയാണ്. അതൊക്കെ കണ്ടിട്ട് അവൻ കാണേൽ അവൻ്റെ പ്ലാനറ്റാണ് ഓർമ്മ വരുന്നത്. ഇതേ മൂർവൻ കാരണം അവൻ്റെ സ്ഥലവും ഇതുപോലെ കത്തി എരിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൽ അവൻ്റെ ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയായി. ഈ സമയത്താണ് ഒരു പാവം പയ്യൻ ഇവൻക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഈ ചെക്കനാണെങ്കിൽ അധികം സംസാരിക്കത്തൊന്നുമില്ല. എന്തൊക്കെയാണേലും ഇവൻ ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ട് വൂൾഫ്രിക്കും ടീമും അവനെ ആട്ടിയോടിക്കുന്നു. ഇതേ സമയം രാജാവിൻ്റെ റൂമിലാണെങ്കിൽ പല പല ചർച്ചകളാണ്. ബൊറോമിർ എന്നൊരുത്തനുണ്ട്. അവൻ പറയുന്നത് ഈ അറ്റാക്കിന് പിന്നിൽ വേറെ ഗോത്രക്കാരാന്നാ. എന്നാൽ വേറെ ആൾക്കാർ പറയുന്നത് ഇത് ഗണ്ണറിൻ്റെ ആൾക്കാരാന്നും. പക്ഷെ വൂൾഫ്രിക്ക് ഇതൊരു എനിമലാവും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും അഭിപ്രായങ്ങൾ പോരാഞ്ഞിട്ട് ഇവിടുത്തെ പ്രീസ്റ്റ് പറയുന്നത് ഇതെല്ലാം ചെകുത്താൻ്റെ കളികളാണ്. അങ്ങനെ ഈ ടൈമിലാണ് അങ്ങോട്ട് കെയ്നനെയും കൊണ്ടുവരുന്നത്. അവനോട് രാജാവ് ചോദിക്കുകയാണ്, എൻ്റെ ഈ ഗ്രാമത്തിലെ 5 പേര് മിസ്സിങ്ങും 3 പേര് മരിച്ചിട്ടുമുണ്ട്. നീ ഏതോ ഡ്രാഗൻ്റെ സിമ്പിളൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് കേട്ടു. സോ ആ ഡ്രാഗനെ കുറിച്ച് പറ. ഞങ്ങളുടെ ആൾക്കാർ അവനെ വിളിക്കുന്നത് മൂർവൻ എന്നാണ്. അവനടുത്ത് വന്ന ശവത്തിൻ്റെ മണ. മനുഷ്യനായാലും ഏത് രാക്ഷസനായാലും മോർവൻ അതിനെ തീർക്കും. അങ്ങനെയുള്ള ഒരു സാധനവും ഈ നാട്ടിലില്ല. ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്. കാരണം അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ ആരുമല്ല, ഞാനാ. ഇത് കേട്ടേക്ക് ഇവന്മാർക്കാണെങ്കിൽ അങ്ങ് കലി കയറി വരുന്നുണ്ട്. അങ്ങനെ രാജാവ് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവരിവനെ വിളിക്കുന്നത് ഔട്ട്ലാൻഡർ എന്നാണ്, അതായത് പുറത്തുനിന്ന് വന്നൊരാൾ. അങ്ങനെ കെയ്നൻ പറയാണ്, ഞങ്ങൾ ഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പോലും അറിയാതെ മോർവൻ ഞങ്ങളുടെ ഷിപ്പിൽ കയറി. ആ ഷിപ്പ് ഇവിടെ ക്രാഷ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും മോർവൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇവന് ഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ വിചാരിക്കുന്നത് കപ്പലാണെന്നാണ്. പക്ഷെ നമ്മളുടെ കെയ്നൻ അത് തിരുത്താനും പോകുന്നില്ല. കാരണം സ്പേസ് ഷിപ്പ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും കാലം കുറയാവും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ കെയ്നൻ പറയാണ്, നിങ്ങൾ എന്തായാലും അതിനെ പിടിക്കാൻ പോകുന്ന എനിക്കറിയാം. എന്നെയും കൂടെ കൂട്ട്. എനിക്ക് മാത്രമേ മോർവനെ കൂടുതലായിട്ട് അറിയൂ. ഇത് കേട്ടേക്ക് രാജാവാണെങ്കിൽ അവനെയും കൂടെ കൂട്ടുന്നുണ്ട് മോർവനെ ഹണ്ട് ചെയ്യാൻ. പക്ഷെ ഒരു പ്രിസണറായിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രൈ വന്നിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. സംഭവം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നേരത്തെ അങ്ങോട്ടൊരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കടം വീട്ടിലാണ് ഇപ്പം കണ്ടത്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ കോമഡി. ഇവനിക്ക് ഈ കുതിരപ്പുറത്ത് കയറാൻ കൂടെ അറിയില്ല. എന്നാൽ ഒരു വിധത്തിൽ കയറി പറ്റുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെട്ടു. പോകുന്ന സമയത്ത് മറ്റേ പയ്യനുണ്ടല്ലോ, അവൻ കെയ്നനെ നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ബൊറോമിറും കെയ്നനും കൂടെ അങ്ങ് ഫ്രണ്ട്സ് ആവുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ രാജാവിനോട് കെയ്നൻ അവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗ്രാമം നശിപ്പിച്ച പോലെ ആ മോർവൻ ഞങ്ങളുടെ സ്ഥലവും നശിപ്പിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറവ് ചെയ്യാൻ പോകുമ്പോഴാണ് അത് ഞങ്ങളുടെ ഷിപ്പിൽ കയറുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വൂൾഫ്രിക്ക് വഴിയിൽ മൊത്തം ചോര കാണുന്നത്. സോ ടീം മൊത്തത്തിൽ സ്പ്ലിറ്റ് ആക്കിയിട്ട് സെർച്ച് ചെയ്യാനാണ് വൂൾഫ്രിക്ക് പറയുന്നത്. ഇത് കേട്ടേക്ക് അത് അപകടമാണെന്നൊക്കെ കെയ്നൻ പറയുന്നുണ്ട്. അപ്പം തന്നെ രാജാവ് ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണ്ട, പകരം 3 ടീമായിട്ട് പോവാന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വൂൾഫ്രിക്കും കെയ്നനും ഒരു ടീം, ബൊറോമിറും രാജാവും മറ്റൊരു ടീം, പിന്നെ ബാക്കിയുള്ള 2 പേര് മൂന്നാമത്തെ ടീം. അങ്ങനെ രാജാവും ബൊറോമിറും കൂടെ നടക്കുമ്പോഴാണ് വഴിയിൽ മൊത്തം ബ്ലഡ്. വഴിയിൽ മാത്രമല്ല, മേളിൽ നിന്നും ചോര ഇറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു കുതിരയുടെ തല അങ്ങ് നിലത്തോട്ട് വീഴുകയാണ്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മറ്റേ ടീമിനും ഇതേ അവസ്ഥയാണ്. ഇവരൊരു ഗുഹയ്ക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഫുള്ള് ചോരയും പിന്നെ കുറേ എല്ലുകളും. ഇതേ സമയം കെയ്നനെയും വൂൾഫ്രിക്കിനെയും കാണിക്കുന്നുണ്ട്.
ഇവരുടെ വഴിയിലുണ്ട് കുറെ ചോര. അത് മാത്രമല്ല, ഇവരറിയാതെ വെള്ളത്തിലുണ്ട് നമ്മളുടെ മോർവൻ. അങ്ങനെ മോർവന്റെ സ്മെല്ല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു അലർച്ച. ഇവരെന്താ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരുത്തനെ എന്തോ ഒന്ന് കൊന്നിട്ട് വലിച്ചെറിയുന്നുണ്ട്. ഇത് കണ്ടേക്ക് വോൾഫ്രിക്കും അതുപോലെ കെയ്നനും കൂടെ നേരെ ഗുഹയിലോട്ട് പോകുന്നുണ്ട്. ഒപ്പം നമ്മളുടെ രാജാവും. എന്നാൽ അതിനകത്ത് മോർവൻ അല്ലായിരുന്നു, വലിയൊരു ബെയറായിരുന്നു. ബെയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു യമണ്ടൻ സാധനമാണ് കേട്ടാ. അങ്ങനെ ഈ ബെയർ വന്നിട്ട് നമ്മളുടെ രാജാവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് അങ്ങേരെ രക്ഷിക്കുന്നത് കെയ്നനും. സോ കെയ്നൻ രാജാവിന്റെ ട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവര് വേട്ടയാടിയ ബെയറിനെയും കൊണ്ട് തിരിച്ച് ഗ്രാമത്തിലോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ ഗംഭീര ആഘോഷമാണ്. കാരണം ഈ ബെയറാണ് ഇന്നലത്തെ അറ്റാക്കിന് കാരണമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കെയ്നൻക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീട്, ഡ്രസ്സ് എന്ന് വേണ്ട അവനെ ഒരു വൈക്കിംഗ് ആയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജാവ്. അതുമാത്രമല്ല, ജനങ്ങൾക്ക് മുമ്പിൽ പുള്ളി ഒരു ഹീറോ ആയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ കെയ്നൻ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അവിടെയുള്ള ഫുഡ് കണ്ടിട്ട് അവൻക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല. അങ്ങനെ ഈ ടൈമിലാണ് മറ്റേ പയ്യനുണ്ടല്ലോ, അവൻ പതുക്കെ ടേബിളിൻ്റെ അടിയിൽ നിന്ന് വരുന്നത്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, കെയ്നൻ്റെ വാള് കാണാനാണ്. ഈ വാള് കൊണ്ടാണല്ലോ അവൻ ആ ബെയറിനെ കൊന്നത്. അങ്ങനെ കെയ്നൻ പറയാണ്, ഈ വാളൊക്കെ ഞാൻ കാണിച്ചു തരാം, പക്ഷേ നീ നിന്റെ പേര് പറയണം. നിന്റെ പേരിന് പകരം ഈ വാള്, അതാണ് നമ്മൾ തമ്മിലുള്ള ട്രേഡ്. ഇത് കേട്ടേക്ക് വൂൾഫ്രിക്കും ടീമും ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുന്നുണ്ട്. കാരണം അത്രയും സ്മൂത്തായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ പേര് പറയുന്നു. അവൻ്റെ പേരാണ് എറിക്. അങ്ങനെ എറിക്കിന് ആ വാള് കൊടുക്കുന്നു. ഇത് കിട്ടിയ പാട് എറിക്കാണേലോ നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് വൂൾഫ്രിക്കും ടീമും കൂടെ ഷീൽഡ് എന്നും പറഞ്ഞങ്ങ് അലറുന്നത്. ഇത് കേട്ടേക്ക് ബാക്കിയുള്ളവരാണേലോ കുറേ ഷീൽഡ് ഇങ്ങനെ വട്ടത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. ശേഷം വൂൾഫ്രിക്ക് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ചാടി കയറുന്നു. എന്നിട്ട് കെയ്നനെ അങ്ങ് വിളിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഒരു ഗെയിമാണ്. പക്ഷേ ഈ ഗെയിം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ ഈ ഗെയിമിൽ ഇന്നേ വരെ വൂൾഫ്രിക്കിനെ ഒരാളും തോൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കെയ്നൻ ഷീൽഡിൻ്റെ മേലോട്ട് അങ്ങ് കയറുന്നു. ഇത് കണ്ടേക്ക് ഇപ്പുറത്തെ ഷീൽഡും വന്ന് അപ്പുറത്തെ ഷീൽഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൂൾഫ്രിക്ക്. അതുപോലെ ഇനി കെയ്നനും നടക്കണം. അങ്ങനെ നടന്ന് നടത്തത്തിന് അങ്ങ് സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടി അതങ്ങ് ഓട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവർ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. ഓടുന്നതിൻ്റെ ഇടയിൽ വൂൾഫ്രിക്കാണേൽ മദ്യത്തിൻ്റെ കപ്പ് എടുക്കുന്നു, കുടിക്കുന്നു. ഇത് കണ്ടേക്ക് എറിക്കാണേലോ കെയ്നനും കൊടുക്കുന്നുണ്ട് മദ്യം. ചുരുക്കി പറഞ്ഞ ഈ എറിക്ക് ഇവൻ്റെ പെറ്റായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വൂൾഫ്രിക്ക് അവൻ്റെ അവസാന അടവങ്ങെടുക്കുന്നു. ഷീൽഡിൻ്റെ മേളിൽ കൂടെ ബെൽറ്റ് അടിച്ചങ്ങ് ചാടുകയാണ് അവൻ. ഇത് കണ്ടേക്ക് കെയ്നനാണെങ്കിൽ കിളി പറന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ചാടിയല്ലേ പറ്റൂ. അങ്ങനെ ചാടുന്നു. പക്ഷെ പുള്ളിക്കാരൻ നല്ല സ്മൂത്തായിട്ടാണ് ലാൻഡ് ആവുന്നത്. എന്നാൽ ലാൻഡായി കുറച്ച് കഴിയുമ്പോഴാണ് ഷീൽഡ് അങ്ങ് പൊട്ടിപ്പോകുന്നത്. സോ കെയ്നൻ നിലത്ത് വീഴുന്നു. പക്ഷെ എന്നിട്ടും വൂൾഫ്രിക്ക് കൈ കൊടുത്തങ്ങ് എഴുന്നേൽപ്പിക്കുകയാണ് അവനെ. കാരണം ഇത്രയും ദൂരം ഇന്നേ വരെ ഒരാളും പിടിച്ചു നിന്നിട്ടില്ല വൂൾഫ്രിക്കിൻ്റെ ഒപ്പം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കെയ്നൻ ഒന്ന് പുറത്തോട്ട് പോകുന്നു. എന്നിട്ടൊരു കിണറിൽ നിന്ന് മുഖം കഴുകുന്നു. ആ സമയത്ത് ആ വെള്ളത്തിലുണ്ടായിരുന്ന റിഫ്ലക്ഷൻ നോക്കി വാളൊക്കെ വീശുന്നുണ്ട് അവൻ. സോ പണ്ടത്തെ അഡ്വാൻസ്ഡ് ലൈഫിനേക്കാൾ പുള്ളിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നർത്ഥം. പെട്ടെന്നാണ് അങ്ങോട്ട് ഫ്രയ വരുന്നത്. ഫ്രയവനെ കണ്ടപാട് തൻ്റെ അച്ഛനെ രക്ഷിച്ചതിനൊക്കെ നന്ദി പറയുന്നു. അതുമാത്രമല്ല, നേരത്തെ ഇവനോടുണ്ടായിരുന്ന ക്രഷ് ഉണ്ടല്ലോ, അത് മെല്ലെ മെല്ലെ പ്രണയമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ടൈമിലാണ് കെയ്നൻ ഒരു കാര്യം പറയുന്നത്. ഫ്രയ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മോർവൻ, ആ രാക്ഷസൻ ഇനിയും തിരിച്ചു വരും. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും ഗ്രാമത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. പക്ഷേ മോർവനല്ല, മറിച്ച് ഗണ്ണറും അവൻ്റെ ആൾക്കാരുമാണ്. അവൻ്റെ വിചാരം അവൻ്റെ വില്ലേജ് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയത് ഇവരാന്നാ. അങ്ങനെ യുദ്ധം തുടങ്ങി. പിന്നെ അവിടെ കൊടൂര ഫൈറ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറിക്ക് ഇതിൻ്റെ ഇടയിലോട്ട് വരുന്നത്. എന്തോ ഭാഗ്യത്തിന് കെയ്നൻ കാണുന്നു, അവനെ രക്ഷിക്കുന്നു. ശേഷം കുറേ ചീത്ത പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ ഫ്രയയുടെ നേർക്ക് പോകുന്നത്. പക്ഷെ അവൻ്റെ കഴുത്തിലോട്ട് അങ്ങ് വാള് കുത്തി കയറ്റുകയാണ് നമ്മളുടെ ഫ്രയ. ഇതിൻ്റെ ഇടയിൽ ഗണ്ണറാണേലോ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് ഓരോരുത്തരെയും കൊല്ലുന്നത്. അങ്ങനെ അവസാനം രാജാവിൻ്റെ നേർക്ക് പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും കെയ്നൻ രക്ഷകനായി എത്തി. അതുമാത്രമല്ല, ആ ഫൈറ്റിൽ ഗണ്ണർ ഏകദേശം തോൽക്കാറായിട്ടുണ്ട്. കാരണം ഇവരത്രയും പേരുണ്ട്. സോ ഗണ്ണറും ടീമും തൽക്കാലത്തിന് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്ത് ഗണ്ണർ പറയാണ്, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, അവരുടെ ഡെഡ് ബോഡി പോലും നീയൊന്നും ബാക്കി വെച്ചിട്ടില്ല. അതിന് പകരം വീട്ടിയിട്ട് ഞാൻ ഈ സ്ഥലം വിടൂ. ഇതും പറഞ്ഞ് അങ്ങേര് പോകുന്നുണ്ട്. കെയ്നനാണെങ്കിൽ ആദ്യം തന്നെ പോകുന്നത് നമ്മളുടെ എറിക്കിൻ്റെ അടുത്തോട്ടാണ്. കാരണം നേരത്തെ കുറച്ചധികം അവൻ ദേഷ്യപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് ഫ്രയയുടെ അടുത്തോട്ടാണ്. അപ്പോഴാണ് ഗണ്ണറിൻ്റെ കഥ അങ്ങ് പറയുന്നത്. പണ്ട് വൂൾഫ്രിക്കിൻ്റെ അച്ഛൻ എല്ലാ ഗോത്രക്കാരെയും കൂട്ടി ഫ്രാങ്കീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പോയി. പക്ഷെ ആ സമയത്ത് ഗണ്ണർ വന്നില്ല. അത് മാത്രമല്ല, വൂൾഫ്രിക്കിൻ്റെ അച്ഛൻ്റെ നേർക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി. അങ്ങേര് മരിക്കുകയും ചെയ്തു. ഇതിൽ ഗണ്ണറിന് പങ്കൊന്നുമില്ല. എന്നാൽ വൂൾഫ്രിക്ക് വിചാരിക്കുന്നത് ഗണ്ണർ അന്ന് പങ്കെടുക്കാത്തതുകൊണ്ട് ഗണ്ണറാണ് ഈ അറ്റാക്കിൻ്റെ പിന്നിൽ നിന്നാണ്. സോ ഇപ്പൊ ഗണ്ണറിന്റെ ഗ്രാമം നശിച്ചിരിക്കുകയാണ്. വൂൾഫ്രിക്കിനാണെങ്കിൽ അവനോട് പകയുണ്ട്. സോ ഗണ്ണറിന്റെ വിചാരം അവന്റെ ഗ്രാമം നശിപ്പിച്ചതും അവന്റെ കുടുംബത്തെ കൊന്നതും വൂൾഫ്രിക്കാന്നാ.
അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് അറ്റാക്കിന് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗണ്ണറിനെയും ടീമിനെയും കാണിക്കുന്നത്. അവർ ഈ കാടിനകത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഒരു അറ്റാക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും മോർവൻ അങ്ങ് കൊണ്ടുപോകുന്നത്. പിന്നെ ഗണ്ണറും ബാക്കിയുള്ളവരും ഒന്നും നോക്കിയില്ല. ആ കാട്ടിന്ന് നേരെ ഗ്രാമത്തിലോട്ട് അങ്ങ് ഓടി വരികയാണ്. ഇത് കണ്ടേക്ക് വൂൾഫ്രിക് ആണെങ്കിലോ ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുമെന്നും വിചാരിച്ച് അമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് കാടിനകത്തുനിന്ന് കുറെ റെഡ് ലൈറ്റ് കെയ്നൻ അങ്ങ് കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവൻ ഓടിപ്പോയിട്ട് ഗണ്ണറിനും ടീമിനും ഡോർ അങ്ങ് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ വൂൾഫ്രിക് സ്റ്റിൽ അങ്ങേരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ ടൈമിലാണ് ഇവരെല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് മോർവൻ അങ്ങോട്ട് വരുന്നത്. അതും കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ചിട്ട്. ഈ മോർവന്റെ ദേഹത്താണെങ്കിൽ ഫുള്ള് റെഡ് ലൈറ്റാ. അങ്ങനെ മോർവൻ പോകുന്നു. രാജാവും ടീംസും ആണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. കൂടെ ഗണ്ണറും ഉണ്ടിട്ടാ. അങ്ങനെ ഈ ടൈമിൽ കെയ്നൻ പറയാണ്, അതിനെ ഹണ്ട് ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് ട്രാപ്പ് വെക്കാം. ഇത് കേട്ടേക്ക് വൂൾഫ്രിക് പറയാണ്, നീ മിണ്ടണ്ട, നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടേക്ക് കെയ്നൻ പറയാണ്, നീ പറയുന്നതും ചെയ്യുന്നതും ഫുൾ ടൈം റോങ്ങാ, അത് ഇനിയിലൊന്നും മനസ്സിലാക്ക്. ഇതും പറഞ്ഞിവർ രണ്ടുപേരും കൂടെ ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ രാജാവ് വരുന്നു, അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. അതുമാത്രമല്ല, കെയ്നൻ പറയുന്നതിൽ കാര്യമുള്ളതുകൊണ്ട് കെയ്നന്റെ തീരുമാനത്തോടാണ് അങ്ങേര് യോജിക്കുന്നത്. സോ ട്രാപ്പിന്റെ പണി തുടങ്ങി. കെയ്നൻ ആദ്യം തന്നെ വോളിന്റെ എൻട്രൻസിലായിട്ട് വലിയൊരു സ്ഥലം മാർക്ക് ചെയ്യുന്നു. ശേഷം മാർക്ക് ചെയ്ത സ്ഥലം ബൊറോമിറും ടീമും കൂടെ കുഴിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ച് വലിയൊരു കുഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോരാ. സോ പിന്നെയും കുഴിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ എറിക്കാണെങ്കിൽ കറക്റ്റ് കെയ്നനെ പോലെ മുടിയൊക്കെ മുറിച്ച് കെയ്നൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് വരുന്നുണ്ട്. ഇത് കണ്ടേക്ക് കെയ്നനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ട്രാപ്പിൻ്റെ ഉള്ളിലോട്ട് കുറേ പോസ്റ്റ് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ഷീൽഡും. ശേഷം ഈ കുഴി മൊത്തം വെയിൽ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിലുണ്ട്. ആ ഓയിൽ അങ്ങ് നിറക്കുകയാണ്. സോ ട്രാപ്പ് റെഡി. മോർവൻ വരും, ട്രാപ്പിനകത്തോട്ട് ഇവർ ലീഡ് ചെയ്യും. ശേഷം ട്രാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഷീൽഡിൻ്റെ മേളിൽ കൂടെ ചവിട്ടി കയറി ലീഡ് ചെയ്തവർ രക്ഷപ്പെടും. ഇതാണ് പ്ലാൻ. അങ്ങനെ അന്ന് രാജാവ് കെയ്നനോട് ഒരു കാര്യം പറയുന്നുണ്ട്. കെയ്നൻ, ഇതെല്ലാം കഴിഞ്ഞാൽ നിനക്കും ഇവിടെ സ്റ്റേ ചെയ്യാം, ഞങ്ങളിൽ ഒരാളായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോർവൻ താമസിക്കുന്ന ഗുഹ അങ്ങ് കാണിക്കുന്നത്. അതിനകത്താകെ ശവങ്ങളാണ്. അത് മാത്രമല്ല, മോർവൻ പിടിച്ചുകൊണ്ട് വന്ന ഒരാൾ മരിച്ചിട്ടില്ല. അങ്ങേർക്ക് ബോധം വരുമ്പോൾ കാണുന്നത് മോർവൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. ഇതേ സെയിം ടൈമിൽ കെയ്നനാണെങ്കിൽ ഫ്രൈഡോട് അവൻ്റെ കഥ പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്ഥലത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളും. അങ്ങനെ മോർവൻ്റെ പ്ലാനറ്റിലെത്തി. പക്ഷെ ഇവൻ പറയുന്ന സമയത്ത് പ്ലാനറ്റ് എന്നൊന്നും പറയുന്നില്ല, പകരം ഐലൻഡ് എന്നാണ് പറയുന്നത്. കാരണം പ്ലാനറ്റ്, ഷിപ്പ് ഇതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. സോ ബാക്ക് ടു സ്റ്റോറി. മോർവൻ്റെ പ്ലാനറ്റിലെത്തിയ ഞങ്ങൾ അവരൊരു ജീവജാലമാണ് എന്ന് പോലും ഓർക്കാതെ ആ സ്ഥലം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. അതിൽ ചാവാത്ത മോർവൻസിനെ ഞങ്ങൾ ഹണ്ട് ചെയ്തു കൊന്നു. അങ്ങനെ ആ സ്ഥലത്തുള്ള മുഴുവൻ മോർവൻസിനെയും ഞങ്ങൾ ഇല്ലാണ്ടാക്കി. ഇതിന് പ്രതിഫലമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ആ നാട്ടിലൊരു സ്പേസ് കിട്ടി. അവിടെ ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ട് ജീവിച്ചു. ഒരു ദിവസം എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് പുറത്തോട്ട് പോകേണ്ട ആവശ്യം വന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഒരു മോർവനെ ബാക്കി വെച്ചിട്ടാ ഞാൻ പോകുന്നതെന്ന്. അങ്ങനെ മോർവൻ ഞങ്ങളുടെ സ്ഥലം മുഴുവൻ ഇല്ലാണ്ടാക്കി. എൻ്റെ ഫാമിലി അതിൽ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ. ഇതൊക്കെ കണ്ടിട്ട് ഫ്രൈ ആണെങ്കിൽ കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവളുടെ ആൻസിസ്റ്റേഴ്സ് കൈമാറി വരുന്നൊരു വാളുണ്ട്, അതങ്ങ് കൊടുക്കുകയാണ് അവന്. എന്നിട്ട് പറയാണ്, എൻ്റെ അച്ഛൻ ഇതെനിക്ക് തന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർഹിക്കുന്നവർക്ക് വേണം ഈ വാള് കൈമാറാൻ. ഇതാണ് കിങ്സ് സ്വേർഡ്. ഇതും പറഞ്ഞങ്ങ് കൊടുക്കുന്നു. അവൻ സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വൂൾഫ്രിക്കും അതുപോലെ കെയ്നനും അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് മോർവനെ പൂട്ടാനായിട്ട്. രാജാവ്, ഗണ്ണർ, ബൊറോമിർ എന്ന് വേണ്ട സകലരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ സമയം സ്ത്രീകളും കുട്ടികളും ഒരു ഹാളിനകത്ത് ഡോറൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കെയ്നനും വൂൾഫ്രിക്കും കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ശവത്തിൻ്റെ സ്മെല്ല് വരുന്നത്. സ്മെല്ല് എന്നറിയാലോ, മോർവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവരുടെ കയ്യിലുള്ള തീപ്പന്തണ്ടല്ലോ, അത് ചുമ്മാ ഒന്ന് എറിഞ്ഞ് നോക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ കാണുന്നത് മോർവനെയാണ്. എൻ്റെ ഗ്രാമം ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ മോർവൻ അവൻ്റെ ദേഹത്തുള്ള ആ റെഡ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് നമ്മളുടെ പ്രീസ്റ്റ് ഒഴിഞ്ഞു പോ സാത്താനെ എന്നൊക്കെ പറഞ്ഞു വരുന്നതേ ഓർമ്മയുള്ളൂ. അവനെ പിടിച്ചങ്ങ് കഷ്ണങ്ങളാക്കുകയാണ് മോർവൻ. പിന്നെ ഇവരൊന്നും നോക്കിയില്ല. മോർവൻ ഉറക്കെ വിളിച്ച് നേരെ ട്രാപ്പിലോട്ട് ലീഡ് ചെയ്യുന്നു. അങ്ങനെ ട്രാപ്പിനകത്ത് കയറിയിട്ടുണ്ട്. ഷീൽഡൊക്കെ ചവിട്ടി കയറി കെയ്നനാണെങ്കിൽ എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ വൂൾഫ്രിക്ക് ആ ഓയിലിൻ്റെ അകത്ത് അങ്ങ് വീണ് പോവുകയാണ്, ഒപ്പം മോർവനും. സോ വൂൾഫ്രിക്ക് ഇതിനകത്തുള്ളതുകൊണ്ട് ഇവർക്കിത് കത്തിക്കാനും പറ്റില്ല. അങ്ങനെ കെയ്നൻ ഒരു വിധത്തിൽ അവനെ പിടിച്ച് കയറ്റുന്നുണ്ട്. ശേഷം തീയിടുന്നു. പിന്നെ അവിടെ ഗംഭീര എക്സ്പ്ലോഷനാണ്. അങ്ങനെ എല്ലാവരും പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നും വിചാരിച്ച് ഇങ്ങനെ ആശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് മറ്റേ കിണർ വഴി മോർവൻ്റെ കുഞ്ഞ് സ്ത്രീകളുള്ള ഹാളിലോട്ട് വരുന്നത്.
ഇത് കണ്ടപാട് എറിക്കാണെങ്കിൽ അങ്ങ് അലറുന്നുണ്ട്. സോ ഫ്രയ വാളെടുക്കുന്നു, ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇവരുടെ ഈ ബഹളം കണ്ടപാട് രാജാവാണെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണ് ഇവരാരും പ്രതീക്ഷിക്കാതെ ട്രാപ്പിനകത്തുനിന്ന് തീയൊടുക്കനെ മോർവൻ അങ്ങ് വരുന്നത്. വരാന്ന് മാത്രമല്ല കുറേ എണ്ണത്തിനെ തീർക്കുന്നുണ്ട്. വൂൾഫ്രിക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, ബട്ട് നോ യൂസ്. അതുപോലെ തന്നെയാണ് കെയ്നൻ്റെ അവസ്ഥ. ഇവരുടെ ബ്ലേഡ് കൊണ്ടൊന്നും അതിൻ്റെ മേളിൽ മുറിയുന്നു പോലുമില്ല. ഇതിൻ്റെ ഇടക്ക് മോർവനാണെങ്കിൽ ഗണ്ണറിനെ അങ്ങ് തീർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മോർവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. കാരണം തീ പിടിച്ചുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ അവൻ കൂടുതൽ ഹണ്ട് ചെയ്യാൻ നിൽക്കാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. ഇതേ സമയം കുഞ്ഞുമോനാണെങ്കിൽ കുഞ്ഞുമോനല്ല കുഞ്ഞു മോർവനാണെങ്കിൽ ഫ്രയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മോർവൻ രാജാവിനെയും കൊന്നിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഫ്രയയാണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ രാജാവിൻ്റെ മറ്റേ മാലയുണ്ടല്ലോ, അടുത്ത രാജാവിന് കൈ മാറുന്ന മാല, അതങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് കെയ്നൻ. അങ്ങനെ പിറ്റേ ദിവസമായി അവരുടെ ഗ്രാമം മൊത്തം നശിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളാണ് അവൻ കാണുന്നത്. അതുമാത്രമല്ല അവിടെയുള്ള ജനങ്ങൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ എറിക്കാണെങ്കിൽ അവനെ വിട്ടു പോകുന്നില്ല. എന്നാൽ എറിക്ക് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ നമ്മൾ ഇനിയും കാണുമെന്നും പറഞ്ഞ് അവനെയും പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം കെയ്നൻ പോകുന്നത് നേരെ വൂൾഫ്രിക്കിൻ്റെ അടുത്തോട്ടാണ്. എന്നിട്ട് അവൻ ആ മാല കൊടുക്കുന്നു. വൂൾഫ്രിക്ക്, നീയാണ് അടുത്ത രാജാവ്. നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്കതിനെ ഒരുമിച്ച് നിന്ന് കൊല്ലാം എന്നും പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് മോർവനെ കൊല്ലാൻ. ഒപ്പം ബൊറോമിറും പിന്നെ വേറെ 2-3 ആൾക്കാരും ഉണ്ട്. മോർവൻ ഇവരെ തേടി വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി പണിയാനാണ് ഇവരുടെ പ്ലാൻ. അതിനായിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന വഴി മറ്റേ കിണറാണ്. അതിനകത്തു നിന്നാണല്ലോ കുഞ്ഞു മോർവൻ ഇങ്ങോട്ട് വന്ന്. സോ വഴി കിട്ടി. ഇനി വേണ്ടത് നല്ല ഉഗ്രൻ വെപ്പൺസാണ്. അങ്ങനെ വെപ്പൺസ് ഒപ്പിക്കാനും ഒരു വഴി കണ്ടെത്തുന്നുണ്ട് നമ്മളുടെ കെയ്നൻ. അങ്ങനെ ഈ സമയത്താണ് ഫ്രയ കൂടെ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ അച്ഛനെ കൊന്നതിനുള്ള പക നല്ല വെണ്ണുണ്ട് അവൾക്ക്. അങ്ങനെ ഫ്രയയും കൂടെ കൂടുന്നു. കെയ്നൻ, വൂൾഫ്രിക്ക്, ഫ്രയ ഇവർ 3 പേരും കൂടെ കെയ്നൻ്റെ ഷിപ്പ് മുങ്ങിപ്പോയ സ്ഥലത്തോട്ട് പോകുന്നു. എന്നിട്ട് കെയ്നൻ അവൻ്റെ ഷിപ്പിനകത്തെ മെറ്റൽ ഉണ്ടാവുമല്ലോ അതങ്ങ് കളക്ട് ചെയ്യുന്നുണ്ട്, നല്ല കിടിലൻ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ട് ചെറിയ മോർവൻ വരുന്നത്. അവൻ അപ്പം തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ മോർവൻ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവൻ മുകളിലോട്ട് നീന്തി കയറുന്നുണ്ട്. നോക്കുമ്പോൾ അവർ വന്ന ബോട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഫ്രയനെ കാണാനില്ല. വൂൾഫ്രിക്ക് മാത്രമേ ഉള്ളൂ. സോ വെള്ളത്തിലുണ്ടായിരുന്ന മോർവൻ അവളെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇവർ 2 പേരും കൂടെ കളക്ട് ചെയ്ത മെറ്റലുമായിട്ട് ഗ്രാമത്തിലെത്തി. ശേഷം ബൊറോമിറിൻ്റെ സഹായത്താൽ കിടിലൻ വാളുകളങ്ങ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ വെപ്പൺസ് റെഡി. അങ്ങനെ ഈ വെപ്പൺസുമായിട്ട് ഇവർ നേരെ കിണറ്റിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതുവഴി മോർവൻ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തൊരു വഴി കാണും. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു വഴി കിട്ടുന്നുണ്ട്. ആ കിണർ വഴി അവർ നേരെ ഭൂമിയുടെ സെൻറ്ററിലോട്ട് അങ്ങ് എത്തുകയാണ്. അവിടെയാണെങ്കിൽ ഒരുമാതിരി അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽപ്പെട്ട അവസ്ഥയാണ്. ദേ കണ്ടില്ലേ. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോർവൻസിനെ കാണിക്കുന്നത്. ഇവിടെ വലിയ മോർവൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. കാരണം ഇന്നലത്തെ അറ്റാക്കിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ കുട്ടി മോർവൻ അങ്ങനെയല്ല കേട്ടാ. ഇതേ സമയം തന്നെ ഫ്രയനെ കാണിക്കുന്നുണ്ട്. അവൾക്ക് ബോധം വരുമ്പോൾ അവളാണെങ്കിൽ ഒരു കൂട്ടം ശവങ്ങൾക്ക് നടുവിലാണ്. അതുകൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ട് കുഞ്ഞു മോർവൻ വരുന്നത്. വരാന്ന് മാത്രമല്ല ആ ശവങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇത് കണ്ടപാട് ഫ്രയ ആണെങ്കിൽ പതുക്കെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അവിടുന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ശവങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോർവൻ അവളുടെ സൗണ്ട് അങ്ങ് കേൾക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, മോർവൻ അവളുടെ അടുത്തോട്ടങ്ങ് വരുന്നുണ്ട്. എന്നാൽ ഈ കറക്റ്റ് സമയത്താണ് മേളിൽ നിന്ന് നമ്മളുടെ ടീംസിൻ്റെ കാല് തട്ടിയിട്ടൊരു കല്ല് അടിയിലോട്ടങ്ങ് പോകുന്നത്. പക്ഷെ ഇത് പോകുന്ന സമയത്ത് ഈ കല്ലിൻ്റെ സൗണ്ട് വരുന്നതാണേലോ മേളിൽ നിന്നാണ്. അടിയിലോട്ട് പോയ കല്ലിൻ്റെ സൗണ്ട് മേളിൽ നിന്ന് വരിക. വല്ലാത്തൊരു സ്ഥലം തന്നെയാണ് അല്ലേ. അങ്ങനെ ഈ കല്ലിൻ്റെ സൗണ്ട് മോർവൻ കേൾക്കുന്നുണ്ട്. സോ അപ്പം തന്നെ സൗണ്ട് കേട്ട ഭാഗത്തോട്ട് അവൻ പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്ത് അത്രയും ശവങ്ങളെ ഫ്രയയുടെ മേത്തോട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതുമാത്രമല്ല ഇവൻ വരുന്ന സൗണ്ട് ആണെങ്കിൽ മേളിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നത്. അപ്പം തന്നെ മനസ്സിലായി മോർവൻ അടിയിലാണ് ഉള്ളതെന്ന്. കാരണം മറ്റേ കല്ലിൻ്റെ അവസ്ഥ തന്നെ. കല്ലടിയിലോട്ട് പോയപ്പോൾ മേളിൽ നിന്നാണല്ലോ സൗണ്ട് വന്നത്. പെട്ടെന്നാണ് ഒരു കുഴിയിലോട്ട് ബൊറോമിർ അങ്ങ് പോകുന്നത്. കാല് തെറ്റി പോകുന്നതാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ തീയാണ്. എങ്ങാനും പെട്ടുപോയ റീൽസിലൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ അടുത്ത ട്രെൻഡിങ് ആവാൻ പോകുന്ന മസാല ഷവായി ഇവനായിരിക്കും. അജാതി തീയാണ്. പോയി കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ ഒരു വിധത്തിൽ അവനെ പിടിച്ച് കയറ്റുന്നുണ്ട്. ഈ സമയത്താണ് ഇവരാരും പ്രതീക്ഷിക്കാതെ കൂടെയുള്ളൊരുത്തനെ മോർവൻ അങ്ങ് കൊണ്ടുപോകുന്നത്. സോ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ അവനെ രക്ഷിക്കാൻ വേണ്ടി വൂൾഫ്രിക്കും ബാക്കിയുള്ളവർ ഓടിപ്പോകുന്നു. ഇതേ സമയം പോവില്ലെന്നും പറഞ്ഞ് കെയ്നൻ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ എങ്ങോട്ട് ഓടണമെന്ന് അവന് മനസ്സിലാവുന്നില്ല. കുറേ അലർച്ച മാത്രം കേൾക്കാനുണ്ട്. ഈ സമയത്താണ് വൂൾഫ്രിക്ക് വന്നിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നത്. അതുമാത്രമല്ല അവരുടെ തീയങ്ങ് അണയ്ക്കുന്നുണ്ട്.
ശേഷം സൗണ്ട് ഉണ്ടാക്കാതെ മോർവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. അവര് നോക്കുമ്പോൾ നേരത്തെ പിടിച്ചുകൊണ്ട് പോയവനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മോർവൻ. അങ്ങനെ നമ്മളുടെ ടീംസ് ആണെങ്കിൽ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് ഒരു അറ്റാക്കിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയം നോക്കി കഷ്ടകാലത്തിന് ഒരുത്തൻ അങ്ങ് തുപ്പുന്നുണ്ട്. അവൻക്കാണെങ്കിൽ തുപ്പിയതേ ഓർമ്മയുള്ളൂ. അവന്റെ കാര്യത്തിലും തീരുമാനമായി. ഇത് കണ്ടേക്ക് കെയ്നനാണെങ്കിൽ അവനെ ചാടി അങ്ങ് വെട്ടുന്നുണ്ട്, അതും മോർവന്റെ കണ്ണിലോട്ട്. സോ അതിന്റെ കാഴ്ച പോകുന്നു. പക്ഷെ കാഴ്ച പോയ വെപ്രാളത്തിൽ ബൊറോമിറിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് മോർവൻ. അങ്ങനെ ബൊറോമിറും അവരോട് ഗുഡ് ബൈ പറയുന്നു. ഇത് കണ്ടേക്ക് കെയ്നനാണെങ്കിൽ അങ്ങ് അലറുന്നുണ്ട്. കാരണം ബൊറോമിറാണ് ഇവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ഫ്രണ്ടായത്. എന്തൊക്കെയാണേലും കെയ്നന്റെ അലർച്ച ഫ്രയ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൾ ഒരു വിധത്തിൽ ആ ശവങ്ങൾക്കിടയിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, കെയ്നനെ വിളിച്ചങ്ങ് അലറുന്നുണ്ട്. ഈ സൗണ്ട് ഇവരും കേൾക്കുന്നു. അങ്ങനെ സൗണ്ട് കേട്ട ഭാഗത്തോട്ട് കെയ്നനും വൂൾഫ്രിക്കും കൂടെ പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് കണ്ടുപോയ മോർവനാണെങ്കിൽ ഇവളുടെ നേർക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. പെട്ടെന്നാണ് ഫ്രയയുടെ കാരണം ഒരു സൗണ്ട് ഉണ്ടാവുന്നത്. പിന്നെ പറയണ്ടല്ലോ, കുഞ്ഞു മോർവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് കെയ്നൻ വരുന്നതും അവൻ്റെ വാളങ്ങ് ഇട്ട് കൊടുക്കുന്നതും. അതുകൊണ്ട് ഒരൊറ്റ വെട്ട് മോർവൻ്റെ തലയും ഉടലും വേറെയാവുന്നു. പക്ഷെ എന്നിട്ടും ഫ്രയയുടെ പക അടങ്ങിയിട്ടില്ല. പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് മെല്ലെ പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ മെയിൻ മോർവൻ അങ്ങോട്ട് വരുന്നത്. ഇവരാണെങ്കിൽ വേഗം പുറത്തോട്ട് കടക്കുന്നുണ്ട്. എന്നാൽ അതൊരു ഡെഡ് എൻഡ് ആയിരുന്നു. ഫ്രണ്ടിലോട്ട് വഴിയില്ല. സോ ഈ മലയുടെ മുകളിൽ പിടിച്ച് വേണം പുറത്ത് കടക്കാൻ. ഇതേ സമയം മോർവനാണെങ്കിൽ കുഞ്ഞിൻ്റെ മരണം കണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ടീംസ് ആണെങ്കിൽ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഫ്രയ പെട്ടെന്ന് വീഴാൻ പോകുന്നു. കെയ്നനാണെങ്കിൽ ഒരു വിധത്തിലാണ് അവളെയും പിടിച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മോർവൻ വരുന്നു, വൂൾഫ്രിക്കിനെ അങ്ങ് കൊണ്ടുപോകുന്നു. പക്ഷെ ആ ഒരു സമയത്തും വൂൾഫ്രിക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും യാതൊരു കാര്യമില്ല. ഇതേ സമയം കെയ്നനാണെങ്കിൽ ഒരു വിധത്തിൽ ഫ്രയനെ സേഫാക്കുന്നു. എന്നിട്ട് മോർവൻ്റെ നേർക്ക് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ മേത്തോട്ട് വൂൾഫ്രിക്കിനെ അങ്ങ് വലിച്ചെറിയാണ് മോർവൻ. എന്നിട്ട് കെയ്നൻ്റെ മുഖത്തോട്ടൊരു നോട്ടുണ്ട്. എന്നാൽ ഒന്നും ചെയ്യുന്നില്ല. കെയ്നൻ്റെ ഇവൻ്റെ ഫ്ലാഷ് ബാക്ക് വെച്ചിട്ട് മോർവൻ എന്നെ അറിയാം. ഒറ്റയടിക്ക് ബാക്കിയുള്ളവരെ തീർക്കുന്ന പോലെ കെയ്നനെ തീർക്കാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് കുറച്ച് ടാക്ടിക്സ് ഉപയോഗിച്ചേ പറ്റൂ. സോ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മോർവൻ. അങ്ങനെ കെയ്നൻ അകത്തോട്ട് കയറുന്നുണ്ട് മോർവനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. പെട്ടെന്നാണ് മോർവൻ അവൻ്റെ വാലുകൊണ്ട് കെയ്നൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. എന്നാൽ അപ്പം തന്നെ കെയ്നൻ അരേന്ന് അവൻ്റെ കത്തിയെടുക്കുന്നു, അവൻ്റെ വാലങ്ങ് വെട്ടിമാറ്റുന്നു. പക്ഷെ മോർവൻ നിർത്തിയില്ല, പിന്നെയും വരുന്നുണ്ട്. മൊത്തം ഒളിപ്പോരാണ് ട്ടാ നമ്മളുടെ മോർവൻ്റെ മെയിൻ. എന്നാൽ മോർവൻ്റെ ചോര വെള്ളത്തിൽ ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ നിന്നാണ് അറ്റാക്ക് വരുന്നതെന്നുള്ളത് കെയ്നന് മനസ്സിലായി. സോ അങ്ങ് മാറിക്കളയുന്നു. ഇതേ സമയം ഫ്രയ ആണെങ്കിൽ ഒരു വിധത്തിൽ മേളിലോട്ട് തന്നെ തിരിച്ചു കയറുന്നു. എന്നിട്ട് കെയ്നൻ്റെ ബാക്കിൽ നിൽക്കുന്ന മോർവൻ്റെ ബാക്കിലോട്ട് കത്തി അങ്ങ് കുത്തി കയറ്റുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയം നോക്കി കെയ്നൻ അവനെ അങ്ങ് വെട്ടുന്നു. പിന്നെ പറയണ്ടല്ലോ, മോർവൻ മാറിക്കളയാൻ വേണ്ടി പിന്നിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊരൊന്നൊന്നര പോക്കായിരുന്നു. എന്നാലും പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ കെയ്നൻ വിട്ടുകൊടുത്തില്ല. അവൻ്റെ കയ്യിലോട്ട് അങ്ങ് വെട്ടുന്നു. സോ മോർവൻ അങ്ങ് ഇല്ലാണ്ടാവുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു, കൂടെ വൂൾഫ്രിക്കും. പക്ഷെ വൂൾഫ്രിക്ക് മരിക്കുന്ന സമയത്ത് കെയ്നനെയാണ് രാജാവായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവനും മരിച്ചു. ഫ്രയ, കെയ്നൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചു. അതുമാത്രമല്ല, കെയ്നൻ അവസാനമായിട്ട് അവൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡി കാണാൻ പോകുന്നുണ്ട് അവൻ്റെ ഷിപ്പിലോട്ട്. അവരുടെ ഒരു ടെക്നോളജി വെച്ച് അവൻ്റെ വൈഫിൻ്റെ ഡെഡ് ബോഡി ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഷിപ്പിലെ ഡെഡ് ബോഡീസൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മളുടെ മോർവൻ ഈ ഷിപ്പ് അറ്റാക്ക് ചെയ്തതും ഇതിനകത്ത് കയറി പറ്റിയതും. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അവസാനമായിട്ട് ഭാര്യയോട് ഒരു ഗുഡ് ബൈ പറയുന്നു. ശേഷം ഇവൻ്റെ നാട്ടിലോട്ട് സിഗ്നൽ കൊടുക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഫസ്റ്റ് സീനിൽ നീന്തിയെടുക്കുന്ന മറ്റേ ഡിവൈസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് സാധനം. അങ്ങനെ സിഗ്നൽ പ്രകാരം ഒരു ഷിപ്പ് അവനെ പിക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ പോകണ്ട എന്നാണ് അവൻ എടുക്കുന്ന തീരുമാനം. സോ ആ സിഗ്നൽ കൊടുക്കുന്ന മെഷീൻ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇതൊക്കെ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രയ. ഈ രഹസ്യം ഫ്രയക്ക് മാത്രമേ അറിയൂ. അങ്ങനെ വൈക്കിംഗ് ഗ്രൂപ്പിൻ്റെ രാജാവായിട്ട് മാറുകയാണ് കെയ്നൻ. അതുമാത്രമല്ല, മുൻ രാജാവിൻ്റെയും വൂൾഫ്രിക്കിൻ്റെയും ബോഡിക്ക് അവൻ ചിത കൊളുത്തുന്നു. പിന്നെ പോരാത്തതിന് ഫ്രയ ഇപ്പം അവൻ്റെ വൈഫാണ്. പിന്നെ നമ്മളുടെ റിക്കിനെ അവൻ്റെ മകനായിട്ട് അങ്ങ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.